ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ അതൊരു മഞ്ഞുരുകൽ വേളയായി മാറുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. കാരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞ കൂടി നടന്നിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലത്തായി തന്നെ വളരെ മോശകരമായ, ഇന്നലെ തന്നെ ഗവർണറെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും ചടങ്ങിൽ അടുത്തടുത്തിരുന്നിട്ട് പോലും ചടങ്ങിനിടയിൽ പരസ്പരം സൗഹൃദം പങ്കിടുകയോ കാര്യങ്ങൾ തിരക്കുകയോ, എന്തിനേറെ പറയുന്നു, ഒന്ന് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തിട്ടില്ല. കുട്ടികൾ പിണങ്ങിയിരിക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് മുഖത്ത് നോക്കാതിരിക്കാനായി രണ്ടുപേരും ശ്രദ്ധിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്തിരുന്നിട്ട് പോലും പരസ്പരം നോക്കാത്തതും ഹസ്തദാനം ചെയ്യാത്തതും ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകരെ പോലെ തന്നെ സാധാരണ ജനങ്ങളും കൃത്യമായി തന്നെ വീക്ഷിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അനന്തമായി തന്നെ നീളുമെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായിരിക്കുന്നു. അതിനിടയിലാണ് രാജ്ഭവനിൽ ഇന്ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിനുള്ള സൂചന ഗവർണറും മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്നത്. മഞ്ഞുരുകൽ വേദിയായി മാറുമെന്ന് പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ അത് കൂടുതൽ രൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുള്ളൊരു അവസരമുണ്ടായിട്ട് പോലും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിരിക്കുന്നത്. ഇതിനേക്കാൾ മികച്ച ഒരു അവസരം ഒരുപക്ഷേ ഈ അടുത്തൊന്നും തന്നെ കിട്ടില്ല എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത്. എന്നിട്ട് പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനായി ഗവർണറോ അല്ലെങ്കിൽ കേരള സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അസാധാരണമായ നാടകീയമായ രംഗങ്ങൾ തന്നെയാണെന്ന് രാജ്ഭവനിൽ അരങ്ങേറിയത്. ചടങ്ങ് തുടങ്ങിയത് മുതൽ തന്നെ ഇരുവരും പരസ്പരം മുഖത്തോട്ട് നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ചടങ്ങ് പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പോവുകയും ചെയ്തു.